ഇനി ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരകളിലൂടെ കടന്നു വന്ന ആത്മീയ സൂര്യന്മാരായ മഹാന്മാരിൽ വളരെ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മഹാനാണ് ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു. നമുക്കൊക്കെ അറിയാം, അബുൽ ഹസൻ അലിയുൻ ഷാദുലി റളിയല്ലാഹു അൻഹു വലിയ മഹാപ്രതിഭാശാലിയായ ഒരു നേതാവാണ് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഷാദുലി ഇമാം ഹസനിയാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ് മഹാനവറുകൾ ചെന്നെത്തുന്നത്. ബർക്കത്തിന് വേണ്ടി ആ പരമ്പര ഞാനൊന്ന് എണ്ണുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഒന്നുകൂടെ ഓർക്കണം. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ 11 ആൺമക്കളിൽ 2 പേർക്കാണ് സന്താന പരമ്പര നിലനിന്നത്. അതിൽ ഒരു മകൻ അൽ ഹസനുൽ മുസന്ന എന്ന പേരിൽ അറിയപ്പെടുന്നവരും മറ്റൊന്ന് സെയ്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നവരുമാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹുവാണ് നഫീസത്തുൽ മിസ്രിയുടെ ഉപ്പാപ്പ എന്ന് നമ്മൾ പറഞ്ഞു. ഹസനുൽ മുസന്ന എന്ന് പറയുന്ന മറ്റേ മകനിലൂടെയാണ് അബ്ദുസ്സലാമുന് മശീഷ് ഉണ്ടായിട്ടുള്ളത്. അബ്ദുസ്സലാമുന് മശീഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബഹുമാനപ്പെട്ട ഷാദുലി ഇമാം ഉണ്ടായിട്ടുള്ളത്. അബ്ദുസ്സലാമുൻ മശീഷ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് കേൾക്കാം. നമുക്ക് അവരും ഹസനിയാണ് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുവാണ്. ഷാദുലി ഇമാമിൻ്റെ പരമ്പര ഞാൻ എണ്ണുകയാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു, അവരുടെ മകൻ അൽ ഹസനുൽ മുസന്ന റളിയല്ലാഹു അൻഹു, അവരുടെ മകൻ മുഹമ്മദ്. ഇവിടെ ഒരു ചെറിയ ഈ ചരിത്രം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന മുതാലിമീങ്ങളൊക്കെ നമ്മുടെ വിഷയം കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. കശ്ഫുൽ അസ്റാർ ലി തൻവീരിൽ അഫ്കാർ എന്ന് പറയുന്ന കിതാബിൽ, അത് നോക്കിയിട്ട് ഞാനിപ്പോൾ വായിക്കുന്നത്, ആ കിതാബിൽ പറയപ്പെട്ടതനുസരിച്ച് ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നേരെ മകനായി മുഹമ്മദ് എന്നവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ഒരു ചെറിയ പെശക് സംഭവിച്ചതാണ്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ അബ്ദുറഹ്മാൻ മശ്ഹൂർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ വാക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരകളിൽ നിന്ന് 11 മക്കളിൽ നിന്ന് 2 പേർക്കാണ് സന്താന പരമ്പര ഉണ്ടായിട്ടുള്ളത്. അതിലൊന്ന് ഹസൻ മുസന്നയാണ്, മറ്റൊന്ന് സെയ്ദാണ്. മുഹമ്മദ് എന്നൊരു മകൻ അതിൽ ആ വിഷയത്തിൽ പരാമർശിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് മിൻ ആഖാബിൽ ബദ്അത്തിൽ മുഹമ്മദിയ എന്ന പേരിൽ അറിയപ്പെടുന്ന കിതാബിലും പരമ്പര എണ്ണിയ സ്ഥലത്ത് ഹസനുൽ മുസന്ന കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് എന്നുള്ളവരുള്ളത്. അപ്പോൾ അവിടെ ഒരു ഹസൻ മുസന്ന ഈ കിതാബ് സെർച്ച് ചെയ്യുന്നവർ ചേർത്തി കൊടുക്കേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഹസനുൽ മുസന്ന കഴിഞ്ഞിട്ട് മുഹമ്മദ്, അവരുടെ മകൻ ഈസ, അവരുടെ മകൻ മുഹമ്മദ്, അവരുടെ മകൻ അഹമ്മദ്, അവരുടെ മകൻ ബത്താൽ, അവരുടെ മകൻ വറദ്, അവരുടെ മകൻ യൂഷ്, അവരുടെ മകൻ യൂസുഫ്, അവരുടെ മകൻ കുസയ്യ്, അവരുടെ മകൻ ഹാത്തിം, അവരുടെ മകൻ ഹർമുസ്, അവരുടെ മകൻ തമീം, അവരുടെ മകൻ അബ്ദുൽ ജബ്ബാർ, അവരുടെ മകൻ അബ്ദുള്ള, അവരുടെ മകൻ ബഹുമാനപ്പെട്ട ഷാദുലി ഇമാം അഥവാ അബുൽ ഹസൻ അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഷാദുലി ഇമാമിൻ്റെ പരമ്പര നമ്മൾ വായിച്ചു. അവരെത്തിച്ചേരുന്നത് ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ഇൻഷാ അല്ലാഹ് ഈ രംഗത്തുള്ള ഒരു വലിയ സ്ഥാനത്ത് വിരാജിക്കുന്ന ഹസനിയായ മറ്റൊരു മഹാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം.